അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയൊക്കെ ആവാറാകുമ്പോൾ നമ്മൾ ഇവിടുത്തെ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ശങ്കരേട്ടനാണ് ട്ടോ എന്നെ അവിടെ കൊണ്ടുവന്നത്. അവരുടെ നാട്ടിലത്തെ പൂരമൊക്കെയാണെന്ന് പറഞ്ഞത്. അവർ കാണാൻ പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവരുടെ അമ്മയുടെ നാട്ടിലത്തെ പൂരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ കുതിരകളുടെയൊക്കെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലെ കുതിരേനെ നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇവരുടെ നാട്ടിൽ നോർമൽ കുതിരയുണ്ട്, അതേപോലെ കണ്ടോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ഒത്തിരി വെയിറ്റ് ഉണ്ട് എന്നുള്ളത് അവരെല്ലാവരും മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എത്രയോ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ സംഭവം കൊണ്ടുപോകുന്നത്. പക്ഷെ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടും മനസ്സിൽ ഒത്തിരി സന്തോഷം വെച്ചിട്ടാണ് കേട്ടോ അവരത് കൊണ്ടുപോകുന്നത്. കാരണം അവരെ ആർപ്പുവിളികളും ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇരിക്കുന്നുണ്ടായിരുന്ന കുതിരകളാനെ, അതായത് തലേദിവസം പൂരം കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്ന കുതിരകളാനെ പിറ്റേ ദിവസം ഇറക്കാണ്. ഇതൊക്കെ ഓരോ ദേശത്തെ കുതിരകളാണ്. ഇക്കൊല്ലാണ് ഇത്ര ഏറ്റവും കൂടുതൽ കുതിരകൾ ഉണ്ടായിരുന്നത്. പല ദേശക്കാരൊക്കെ ആയിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഈ കൊല്ലം ഒരുപാട് കുതിരകൾ വന്നിട്ടുണ്ട്. ഇനി ഒരു കുതിരയും കൂടിയേ വരാനുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അവിടെയുള്ള ഒരു ചേട്ടൻ പറഞ്ഞത് ഒരു സ്ഥലത്തെ കുതിരയും കൂടിയേ വരാനുള്ളൂ, ബാക്കി എല്ലാ കുതിര ഇക്കൊല്ലം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു. സന്തോഷത്തിലുപരി എന്താ പറയുക, നമുക്ക് ആശ്ചര്യമാവെന്ന് പറയില്ല, അതിശയം എന്ന് പറയില്ലേ. കാരണം ഞാനിങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ താഴെയുള്ള പ്രീതേച്ചി ഉണ്ടല്ലോ, വൈദ്യരത്നത്തിലെ പ്രീതേച്ചിയുടെ നാട്ടിലത്തെ കുതിരേനൊക്കെ ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് 33 വർഷത്തിന് മുന്നെയാണ് ഇത്ര ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അതിന് ശേഷം 32 വർഷമോ അതിന് ശേഷം ഇപ്പോഴാണ് അവരുടെ നാട്ടിൽ നിന്ന് കുതിരേനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന്. അപ്പോൾ അവർ കുതിരേനെ ഈ വർഷം പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് കരിയന്നൂരിൽ നിന്ന് വേലൂർക്ക് അതുമാതിരി ഓരോ ദേശക്കാരും അവരുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുതിരേനെ ഇതുപോലെ ഏറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. അത് അതിലും വലിയ ഒരു സംഭവം തന്നെയാണ്. ഇതേപോലെ തന്നെ പൂരം കഴിഞ്ഞിട്ട് ഇവർ ഈ കുതിരേനെ കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല വെയിറ്റുള്ള കുതിരകളാണ്. ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് അവർ അതിനെ കൊണ്ടുവരുന്നതും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കുതിരകളെയും അവിടെ കൊണ്ടുപോയി നിർത്തി ലാസ്റ്റ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാടൊക്കെ പോവാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഹൈഡ്രജൻ ബലൂൺ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഹൈഡ്രജൻ ബലൂൺ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. ഇതുവരെ ഞാൻ ഈ സംഭവം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. വേറെ ആർക്കും മേടിച്ചു കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതിന് ഒരുപാട് പൈസയാവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 30 രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചു. പിന്നെ ഈ ഒരു ബലൂൺ മേടിച്ചു കേട്ടോ. അതെൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഇട്ടുണ്ടായിരുന്ന ടീഷർട്ട് റോസ് ആയിരുന്നു. അപ്പോൾ റോസ് കളർ തന്നെ മേടിച്ച് എന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലും സ്റ്റാറ്റസൊക്കെ ഇട്ട് അങ്ങനെ കുറേ നേരം അവിടെ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് കുറേ നേരം നിന്നിട്ടാണ് അവർ പതുക്കെ അമ്പലത്തിലേക്ക് വീണ്ടും കുതിരേനെ കൊണ്ടുവരുന്നത്. ഭയങ്കര ആർപ്പുവിളിയും കൊട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു കുതിര ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കുഞ്ഞു പിള്ളേർ കൊണ്ടു നടക്കുന്ന കുഞ്ഞൊരു കുതിര ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ട്. പക്ഷേ ഇവർക്ക് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. കാരണം ഈ കുതിരകളൊക്കെ തിരിയുന്നുണ്ട്, അതുമാതിരി തലയാട്ടുന്നുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കാഴ്ചയിൽ ചെറിയ കുതിരകളാണെങ്കിലും നല്ല വെയിറ്റ് ഉള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ കുതിരകൾക്കൊക്കെ നല്ല രീതിയിൽ നല്ല വെയിറ്റ് ഉണ്ട് എന്നുള്ളത് ആ കുട്ടികളുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ കുതിരേനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം കണ്ട അത് കറങ്ങുന്നത് കാണാൻ എന്ത് രസമല്ലേ. നടുക്കിൽ ചെറിയൊരു കുതിരയാണ്, പക്ഷേ ആ കുതിരയുടെ തണ്ടും കാര്യങ്ങളൊക്കെ അസാധ്യമായിട്ടുള്ള വെയിറ്റ് ഉണ്ട് എന്നുള്ളത് അവർ അത് കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവരുടെ ഈ സെക്ഷൻ കടന്നതിന് ശേഷം തൊട്ട് പുറകിലായിട്ട് വലിയ വലിയ കുതിരകൾ തന്നെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കുതിര പരിപാടി എങ്ങനെയാണ് അമ്പലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരായിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ തന്നെയായിരിക്കും കയറുക എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടായൊരു സംഗതി എന്താ വെച്ചാൽ, ആദ്യം 1-2 കുതിരകൾ ഇതുപോലെ ഒറ്റയ്ക്ക് പോവുകയും ബാക്കിയുള്ള കുതിരകളെല്ലാം ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഈ കുതിരകളെ അടുപ്പിച്ച്, അല്ലെങ്കിൽ ഈ കുതിരകൾ വരുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ എനിക്കറിയണുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത വർഷം തൊട്ടിട്ട് ഇത് കാണാൻ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുകയാണ് വെച്ചെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കരുതലോട് കൂടിയിട്ട് നിൽക്കും. വല്ല ആലിൻ്റെ പുറത്തെങ്ങാനും കയറി നിന്നായിരുന്നു വെച്ചെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ജസ്റ്റ് ചെറിയൊരു എന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ വലിയൊരു അപകടം ഒഴിവായി
ഇഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ കുതിരകൾ 4-5 കുതിരകൾ ഒരുമിച്ചാണ് കണ്ടോ. ഞാൻ എൻ്റെ ക്യാമറ ഓഫാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഈ വിഷ്വൽസൊക്കെ അങ്ങനെ കിട്ടിയത്. തൊട്ടടുത്തേക്ക് വന്നു ഒരു കുതിരേനെ പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു മരം ശരിക്കും നമ്മുടെ ഫേസിലേക്കാണ് വന്നത്. ജസ്റ്റ് രക്ഷപ്പെട്ടു. അതുമാതിരി നമ്മൾ മാത്രമല്ല കുറച്ചധികം പേരുണ്ടായിരുന്നു. കണ്ടോ, ഇത് നമ്മുടെ ശരിക്കും ഫേസിലേക്ക് അവർ അങ്ങനെ അതിനവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖത്തൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ആണ് ഈ സംഭവം വന്നത്. ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അടുത്ത വർഷം തൊട്ടിട്ട് നമ്മളിത് കാണാൻ പോകുന്നുണ്ട് വെച്ചെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഗതി നമ്മൾ പാലിക്കും. ഇത് അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള കരുതലെടുക്കും. നമുക്കിത് അറിയില്ലായിരുന്നല്ലോ, ഇതിങ്ങനെ ഒരുമിച്ച് വരും എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടി വന്നു കേട്ടോ. നമ്മൾ ആന വിരളുമ്പോഴൊക്കെ നമ്മൾ അമ്പലപ്പറമ്പിൽ ഓടുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ചാലിശ്ശേരി പൂരത്തിന് പോയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ അമ്പലപ്പറമ്പിൽ ഓടേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് നിറച്ച് കച്ചവടക്കാരുണ്ടായിരുന്നു. നമുക്ക് ഓടാനുള്ളൊരു സ്പേസും അവിടെ ഉണ്ടായിരുന്നില്ല. കച്ചവടക്കാർ മറ്റേ കുലുക്കി സർബത്ത്, അതുമാതിരി കമ്മലിൻ്റെ കച്ചവടക്കാർ, ഇതുപോലെ പി അവരൊക്കെ കടകൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരൊക്കെ അവരെ സാധനങ്ങൾ കൊണ്ട് ഓടി. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഓടിയത്. അവിടെ നമ്മൾ പരിചയമുള്ള ഒത്തിരി പേരെ കണ്ട് വർത്താനമൊക്കെ പറയും, വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ പരിപാടിയൊക്കെ കാണുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമാതിരി അവിടെ കണ്ടോ കുതിര കിടന്നിട്ട് തിരിയണത്. അതെൻ്റെ ഫോണിൽ സൂം ചെയ്താലും വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് അത് അത്ര അകലുള്ളത് അധികം വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂരത്തിൻ്റെ അന്ന് രാത്രി ഇതിനെക്കാട്ടിൽ അടിപൊളി വൈബൊക്കെയാണ് അത്ര. പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിട്ട് അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. അവിടെ നിന്ന് നേരെ വേലൂരിൽ നേരെ അത്താണി വന്നു. ഇത് നമ്മുടെ സുമേഷ് ഏട്ടൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ, ലാവിഷ് ഹോട്ടലിലെ ഫുഡ് സൂപ്പറാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് കഴിക്കണൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്നല്ല, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി എന്നാണ് പറയാറ്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണിയെന്ന് വെച്ചെങ്കിൽ എനിക്കങ്ങനെ എല്ലായിടത്തെ ബിരിയാണി ഇഷ്ടപ്പെടാറില്ല. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തെ ബിരിയാണിയൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഞാൻ കൂടുതലും പുറത്ത് പോയ ഫ്രൈഡ് റൈസാണ് കഴിക്കുക. അതാകുമ്പോൾ അധികം ചിലപ്പോൾ ചോറ് വെന്ത് പോവും, കുഴച്ച് പോവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്ക് ചോറ് അധികം വേവരുത് എന്നുള്ള ഒരു നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ബിരിയാണി ആണെങ്കിലും നല്ലൊരു ചോറാണെങ്കിലും ഏത് ചോറാണെങ്കിലും വെന്ത് കുഴഞ്ഞു പോകണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ എരുമപ്പെട്ടി സവേര പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുത്തെ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. നല്ല ടേസ്റ്റിലാണ് അവർ ബിരിയാണി ഉണ്ടാക്കുക. ചോറൊന്നും വെന്ത് കുഴഞ്ഞു പോവില്ല. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ് ലാവിഷ് ഹോട്ടൽ. ഇവിടുത്തെ ബിരിയാണി സൂപ്പറാണ്. പിന്നെ നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഡീസൻ്റായിട്ടാണ് ഫുഡ് കഴിക്കുക. ചിക്കനൊക്കെ വീട്ടിൽ കടിച്ച് പറിച്ച് എല്ല് വരെ ചതച്ച് തിന്നണ ആൾക്കാരായിരിക്കും കേട്ടോ. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ അതൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എൻ്റെ മുഖത്തുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നി ഇത് പാഴ്സൽ പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ നല്ല ലാവിഷൊക്കെ ആയിട്ട് ഫുഡ് അടിച്ച് തിരിച്ച് പോരുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.